ഇനി നമുക്ക് അടുത്ത ഒരു നമ്പറിലേക്ക് പോവാം. കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഈ ഒരു കോമ്പോസിറ്റ് നമ്പേഴ്സ് കൂടെ നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഏതിന്? അരിത്തമെറ്റിക് സീക്വൻസിൽ. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു 2, 3, 5, 7 ഇതൊക്കെ നമ്മൾ പ്രൈം നമ്പേഴ്സിന്റെ ഗണത്തിൽപ്പെടുത്തുന്നു. ഇതൊന്നും അല്ലാത്ത ഒന്നിൽ കൂടുതൽ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നവയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പേഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ 6 എന്ന് പറയുന്നതിനെ നമുക്ക് പല ഘട്ടമായിട്ട് ഗുണിച്ചെടുക്കാൻ പറ്റും. നോക്കിക്കേ, 1 into 6 6 ആണ്. അതുപോലെ 2 into 3 6 ആണ്. കണ്ടോ? ഒന്നിൽ കൂടുതൽ സംഖ്യകളെ ഗുണിക്കാനും അതിന്റെ പ്രൊഡക്റ്റുകൾ കിട്ടുകയും ചെയ്യും നമുക്ക്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ 6 എന്ന് പറഞ്ഞ ഈ സംഖ്യ എടുത്തപ്പോൾ 1 into 6 ചെയ്താലും നമുക്ക് 6 കിട്ടും, 2 into 3 ചെയ്താലും 6 കിട്ടും. പിന്നെ നമുക്ക് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 9 എടുക്കാം. 9ന്റെ പ്രത്യേകതയും നമുക്ക് നോക്കാം. 9നെ ചെയ്യുമ്പോൾ 1 into 9 9 ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ എന്താ 3 into 3യും 9 ആണ്. കണ്ടോ? രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് നമുക്ക് ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് കിട്ടുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. അതായത് ഒന്നിൽ കൂടുതൽ സംഖ്യകൾ വെച്ച് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഇപ്പം നമുക്ക് ഒരു വലിയ സംഖ്യ എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ 24 എടുക്കാം. 24ന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. 24നെ എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. 1 into 24 ചെയ്താലും 24 തന്നെയാണ് കിട്ടുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ 2 into 12 ചെയ്താലും നമുക്ക് 24 കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന 4 into 6 ചെയ്താലും 24 കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് 3 into 8. കണ്ടോ? എത്ര രീതിയിൽ നമുക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ 24 കിട്ടും. ഇതാണ് കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഗുണിതങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതായത് 1 into 24 24, 2 into 12 എന്ന് പറഞ്ഞാൽ 24, 4 into 6 24, then 3 into 8 24. ഇത്തരത്തിലുള്ളവയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇൻഡിജേഴ്സ് എന്താണെന്നും കൂടെ അറിയണം.